പൂരുരുട്ടാതി നക്ഷത്രം. അവർ പൊതുവെ അത്ര നോർമൽ ആയിരിക്കില്ല. അവരുടെ ലൈഫ് ഭയങ്കര മിസ്റ്ററി നിറഞ്ഞതായിരിക്കും. ട്രാൻസ്ഫോർമേഷൻ കണ്ട് മാറുന്നവരാണ്. അതായത് കാര്യങ്ങളെല്ലാം കുറച്ച് മറച്ച് വെച്ചിട്ട് നടക്കുന്നവരായിരിക്കും ഇവർ കൂടുതൽ. ഇവരെക്കുറിച്ച് എല്ലാവരും പറയുന്നത് ഒരുപാട് ആലോചിക്കുന്നവരാണ്, ഭയങ്കര ഭക്തി കൂടുതലാണ്, ഭയങ്കര മിസ്റ്റീരിയസ് ആയിരിക്കും ഇവരുടെ മനസ്സിൽ എന്താണ്, ഇവരെന്താ ചെയ്യണമെന്നുള്ളത് മിക്കവർക്കും അറിയില്ല. അതൊരു അട്രാക്ഷനാണ് മറ്റുള്ളവർക്ക് നിങ്ങളോട്. ആരും പറയാത്തൊരു ഇടൻ ട്രൂത്ത് ഉണ്ട്. ഇന്നർ പവർ ഭയങ്കര കൂടുതലാണ്. മനസ്സിൻ്റെ ഒരു ആന്തരിക ശക്തി വളരെ കൂടുതലാണ്. അത് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് എന്തായാലും സക്സസ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ മറ്റുള്ളവരെ നന്നായിട്ട് നിരീക്ഷിക്കും സൈലൻ്റ് ആയിട്ട്. ശരിയായ സമയം വന്നാൽ നല്ല രീതിയിൽ ആക്ഷൻ വരും. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം ട്രാൻസ്ഫോം ആയിട്ട് ഇങ്ങനെ മാറിയും കൊണ്ടേയിരിക്കും. ലൈഫിൽ പല സമയത്തും പല ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓരോരോ ചേഞ്ചസ് നിങ്ങളെ സ്ട്രോങ് ആക്കുകയും ചെയ്യും. ഭയങ്കര മാഗ്നറ്റിക് പേഴ്സണാലിറ്റിയാണ്. അതായത് മറ്റുള്ളവർ നിങ്ങളെ കാന്തം പോലെ ആകർഷിക്കും. ഞാൻ പറയുമ്പോൾ ഇംഗ്ലീഷ് വാക്കുകൾ നന്നായിട്ട് കൂടി വരുന്നുണ്ട്. അതൊരു പരാതിയായിട്ട് കമൻറ്റ് ബോക്സിൽ ഞാൻ കാണുകയും ചെയ്തു. അത് ഓട്ടോമാറ്റിക്കലി അത് വരികയാണ്. അത് മാറ്റാൻ ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഞാനത് മെല്ലെ ശ്രമിക്കാം. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് എന്താ മനസ്സിലാവാത്തതെന്നുള്ളത് ചോദിക്കാവുന്നതാണ്. ആളുകൾക്ക് നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല. അതായത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളിൽ ഒരു അട്രാക്ഷൻ എപ്പോഴും ഉണ്ടാവും. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്താ വെച്ചാൽ ഭയങ്കര മൂഡ് സ്വിങ്സ് ഭയങ്കര കൂടുതലാണ്. നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എപ്പോഴും എക്സ്ട്രീം തോട്ട്സ് ആണ്. ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്തൊക്കെയൊക്കെയോ ചിന്തിക്കും. ഒറ്റപ്പെട്ട അവസ്ഥ എപ്പോഴും ഉണ്ടാവും. ഐസൊലേഷൻ ഉണ്ടാവും. അത് ഒറ്റപ്പെട്ട അവസ്ഥ മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട്. പോസിറ്റീവ് സൈഡ് എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ഡീപ്പ് ഇൻ്റലിജൻസ് ഉണ്ട്. പവർഫുൾ മൈൻഡ് സെറ്റാണ്. കാര്യങ്ങൾ മാറ്റാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കഴിയും. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഇതേ കാര്യത്തിൽ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. കാര്യങ്ങൾ ഒരു സ്ലോ ആയിരുന്നു. അതുകൊണ്ട് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് കുറഞ്ഞു പോയി. സാമ്പത്തികം ഉള്ളതിനും കുറച്ച് കുറവ് ആണ് നിങ്ങൾക്ക് വന്നത്. വിചാരിക്കാത്ത എക്സ്പെൻസും വന്നതുകൊണ്ട് പ്ലാനിങ് എല്ലാം തകരാറിലായിപ്പോയി മാർച്ച് പകുതിയായപ്പോൾ. റിലേഷൻഷിപ്പിൽ ഡിസ്റ്റൻസ് കുറച്ച് വെച്ചു. ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് പറഞ്ഞ് കുറേയൊക്കെ സോൾവ് ആക്കിയിട്ടുണ്ടാവും. ഇമോഷണലി കുറച്ച് ബ്രേക്ക് ഡൗൺ എന്തായാലും ഉണ്ടാവും. മെൻ്റൽ സ്റ്റേറ്റ് ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്തു. സ്ട്രെസ്സും ഉണ്ടാവും. പോരാത്തതിന് ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു തോന്നൽ നേരത്തെ പറഞ്ഞ പോലെ. ഏപ്രിൽ മാസത്തിൽ ഇതിനെല്ലാം ഒരു ക്ലാരിറ്റി എന്തായാലും നിങ്ങൾക്ക് കരിയറിൽ വരും. പുതിയൊരു ഡയറക്ഷൻ, അതായത് വേണമെച്ചാൽ പുതിയൊരു ജോലി കിട്ടാൻ, പഴയ ജോലി പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ശക്തിയായിട്ട് സ്ട്രോങ് കംബാക്ക് എന്തായാലും ഉണ്ടാവും. പോയ കോൺഫിഡൻസ് നിങ്ങൾക്ക് തിരിച്ചു വരും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഉള്ളതുപോലെ തന്നെ വരേണ്ട എമൗണ്ടൊക്കെ എന്തായാലും വരും. ഇൻകം സ്ലോലി കുറച്ച് ഇൻക്രീസ് ചെയ്യും. പുതിയൊരു സോഴ്സ് നിങ്ങൾ തപ്പും. സാമ്പത്തിക വേറെ ഏതെങ്കിലും വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ നല്ല ഡീപ്പ് ഫോക്കസ് വേണം. റിസർച്ച് മൈൻഡ് സെറ്റാണ്. പവർഫുൾ ലേണിങ്ങുമാണ്. റിലേഷൻഷിപ്പിൽ ഏപ്രിലിൽ നല്ല ഇൻറ്റൻസ് ആവും. സ്ട്രോങ് ഇമോഷൻസ് ഉണ്ടാവും. നല്ല ഡീപ്പ് കണക്ഷനും നിങ്ങൾക്ക് വരും. ചിലർക്ക് ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടായത് നിങ്ങളത് ഏപ്രിലിൽ അവസാനിപ്പിക്കുന്നത് നല്ലത്. അതിങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് മാത്രം മുൻതൂക്കം കൊടുക്കുക. ബിസിനസ്സിൽ കുറച്ച് ട്രാൻസ്ഫോമാണ്. പുതിയ സ്ട്രാറ്റജി ഏപ്രിൽ ആദ്യം തന്നെ ഉപയോഗിക്കുക. അതുകൊണ്ട് ഏപ്രിൽ ആദ്യം കുറച്ച് നിങ്ങൾക്ക് ബിസിനസ് വികസിക്കാൻ സാധ്യതയുണ്ട്. അതിന് ശേഷം എന്തായാലും കുറച്ച് ഡൗൺ ആയിരിക്കും. അതുകൊണ്ട് വിചാരിക്കാത്തൊരു ലാഭം ചിലപ്പോൾ ഏപ്രിൽ ആദ്യത്തെ ഒരു 15 ദിവസം കിട്ടാൻ സാധ്യതയുണ്ട്. ഏപ്രിലിൽ നിങ്ങളുടെ ഇന്നർ പവർ ആക്ടിവേറ്റ് ആവും. വീക്ക് ആവാൻ നിൽക്കരുത്. നിങ്ങൾ വീക്കല്ല. നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കണം. ആങ്കർ, ദേഷ്യം കൺട്രോൾ ചെയ്യണം. ഭയങ്കര ബോൾഡായിട്ടുള്ള ഡിസിഷൻ അത് എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്.